പണ്ട് നാട്ടില് അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ട് പെട്ടിയും കിട്ടിയിട്ട് നേരെ ദുബൈക്ക് വിട്ട ആളാണ് ഈ കാണുന്ന അക്ഷയണ്ണ. ദുബൈക്ക് എത്തിയിട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പൊ ദുബൈയിലെ ഡോൺ എന്നറിയപ്പെടുന്ന പേരിലാണ് അക്ഷയണ്ണ നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു മുട്ടു സൂചി അനങ്ങണമെങ്കിലും അക്ഷയണ്ണം തീരുമാനിക്കണം. അവിടെ യുദ്ധം നടക്കുന്ന ഒരു ദിവസം മുമ്പേ അറിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് പറ്റിയിട്ട് എന്തും അറിയാത്ത പോലെ ഐസ്ക്രീം എന്നുകൊണ്ട് അതാണ് നമ്മളെ ഡോൺ. നമ്മളെ ഡോണിന് നല്ല മീന് കഴിച്ചതും കൂട്ടിട്ട് ചോറ് വെക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. പിന്നെ എന്ത് നോക്കില്ല, നേരെ ഒസങ്കടിക്ക് വിട്ടു ഒരു കാര്യമായ മീൻ നിന്ന്. ഇവിടുത്തെ പ്രത്യേകത നല്ല തവ ഫ്രൈ കിട്ടും. നല്ല ഷവായി പോലത്തെ തവ ഫ്രൈ, നല്ല മജേന്റെ സാധനം. അങ്ങനെ എല്ലാ മീനും അങ്ങ് ഓർഡർ ആക്കി. ഞാനും ടിങ്കുവെല്ലാം മീൻ തിന്നാത്ത ആൾക്കാർ ഇവിടുത്തെ മീൻ ആരായാലും തിന്നു പോകും. കിടലോ നമ്മളെ സീഡി മീനും എത്തി, ഡോണിന്റെ മുറു മീനും എത്തി. അപ്പുറത്തോർത്തന്നെ ബേട്ടിൽ കൂന്തലുണ്ട്, അതും എടുത്തിട്ട് ടേസ്റ്റ് നോക്കി. ആ മോനെ ഈ മസാല ഒരു രക്ഷയില്ല. പിന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഒരു യുദ്ധം തന്നെ തുടങ്ങി. നമ്മളെ മീന് തിന്നാത്ത ആൾക്കാരും പോലും എടുത്ത മസാല കണ്ടിട്ട് മീന് തിന്നുപോയി. അത്രയും കിടലുണ്ട്. അങ്ങനെ മജയില് തിന്നു അങ്ങുന്നു ഇങ്ങുന്നു എല്ലാം. അപ്പുറത്ത് ഡോണിന്റെ പ്ലേറ്റിൽ നോക്കുമ്പോ ബാഹുബലിന്റെ കാളകന്മാരെല്ലാരും കണ്ണു കുത്തി പൊട്ടിച്ച് തിന്ന പോലെ മീനിന്റെ കണ്ണു കുത്തി തിന്നോണ്ട്. അപ്പോൾ തന്നെ എന്റെ തല അങ്ങ് ഞാൻ അങ്ങ് എടുത്ത് കൊടുത്തു. എന്റെ അല്ല, എന്റെ മീനിന്റെ തല എടുത്ത് തിന്ന് കാളകേളാം. മതി എന്ന് പറഞ്ഞിട്ട് അയിനോ കണ്ണു കുത്തി പൊട്ടിച്ച് തിന്നു. ഹൈവ സൂപ്പറായി. അപ്പോൾ തന്നെ ദാഹം മാറ്റാൻ നല്ലൊരു മോറും വെള്ളം കിട്ടി. നല്ല കിടില മോറും വെള്ളം. എനക്ക് തല എടുക്കാൻ മാത്രമല്ല, വേണ്ടി വന്ന ബീമ്പും എടുക്കുന്നു പറഞ്ഞിട്ട് ബീമ്പ് ഞാൻ കടിച്ച് പറിച്ചു തിന്നു നമ്മളെ ഡോണ്. അപ്പോൾ തന്നെ നമ്മ തിന്ന സ്ഥലം ബാഹുബലിയും കാളകേന്റെ യുദ്ധം കഴിഞ്ഞ മാതിരി ഫുള്ള് പൊടി പാറി.